പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 18-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ച സന്തോഷത്തെ പറ്റിയാണ്. ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയിട്ടുള്ള ഓരോരോ ദൈവിക പുണ്യങ്ങളെയും രക്ഷാകര സംഭവങ്ങളെയും പറ്റിയാണ് നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്നത്. അതുവഴി ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയ പുണ്യങ്ങൾ ഓരോന്നും വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ വണക്ക വായനയിൽ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ച സന്തോഷത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈശോ മിശിഹായെ കാണുന്ന മാത്രയിൽ ദൈവമാതാവ് അനുഭവിച്ച സന്തോഷത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ഈശോയെ ഗർഭത്തിൽ വഹിക്കുന്നത് മുതൽ ദൈവമാതാവ് ആ സന്തോഷം അനുഭവിച്ചിരുന്നു എന്ന് മരിയൻ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇപ്പോൾ ദൈവമാതാവിന് ഈശോയെ ഗർഭത്തിൽ ഉരുവാകുന്ന ആ സമയം മുതൽ അത്യധികമായ സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈശോ മിശിഹായെ കാണുന്ന മാത്രയിൽ തന്നെ ദൈവമാതാവിന് ഉണ്ടായിരുന്ന ആ വലിയ സന്തോഷത്തെ പറ്റിയാണ്. നമുക്കും ദൈവമാതാവിന് ഉണ്ടായിരുന്ന അതേ സന്തോഷവും അനുഭവിക്കാൻ പറ്റുമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കൂടെ നിർത്താൻ പറ്റും. ദൈവത്തെ പഴയ നിയമത്തിൽ മുഖാമുഖം സംസാരിച്ച മോശയെ പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കൈപിടിച്ച് കൂടെ നിർത്താൻ പറ്റുമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമ്മൾ വ്യക്തിപരമായി എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം. അത് കുംഭസാരത്തിൽ ആവർത്തിച്ച് പറയുന്ന പാപങ്ങളാണ് നിങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന അനേകായിരം മക്കളാണ് സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നത്,
നാളിതുവരെ ഞങ്ങളുടെ മൊബൈലെല്ലാം ഞങ്ങൾ അനാവശ്യമായ സീരിയൽ കാണാനും ഗെയിം കളിക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഞങ്ങൾ ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതുവഴി അവർക്ക് വലിയ ആത്മീയ സന്തോഷവും ഒപ്പം തന്നെ വൻ കൃപകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈശോ മനുഷ്യരൂപം സ്വീകരിച്ചതിനെ പറ്റി പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ടാണ് ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ കാണപ്പെടുന്നത്. ഈ ഒരു പരമമായ സത്യം ദൈവമാതാവിന് ഈശോയുടെ ജനനത്തിന് മുമ്പേ അറിയാമായിരുന്നു. അതായത് തൻ്റെ കയ്യിലിരിക്കുന്ന, താൻ വളർത്തുന്ന തൻ്റെ ഉദരത്തിലുള്ള ഈ ശിശു ലോക രക്ഷിതാവാണെന്ന്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും രക്ഷകനായ ഈശോയുടെ സാന്നിധ്യം ദൈവമാതാവിന് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതായിരുന്നു. അപ്പോൾ ഈ മരിയൻ സ്തോത്രഗീതത്തിൽ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും നമുക്കറിയാം സമർപ്പണത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ ശിമിയോൻ ദീർഘദർശി പറയുന്നതും ഇത് തന്നെയാണ്. അതായത് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ പ്രവേശിക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ മാറിപ്പോകാത്ത ചില സഹന സാഹചര്യങ്ങൾ ദൈവം ചിലർക്കൊക്കെ അനുവദിച്ചു തരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഓട്ടിസമുള്ള കുഞ്ഞ്, ഒരിക്കലും സുഖപ്പെടാത്ത അല്ലെങ്കിൽ വയ്യാതെയുള്ളൊരു കുഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കേണ്ട വലിയൊരു വിഷയമാണത്. അത് ഈശോയുടെ നാമത്തിലെടുക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ കൃപകളാണ് ഈ ഒരു കുടുംബത്തിനായി ദൈവപിതാവ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് അറിയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്റ്റ്, ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ ദൈവികമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അത് ദൈവത്തിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും. അതിൻ്റെ വൻ കൃപകളുമായി ഈ ലോകത്ത് നിന്ന് അവർ കടന്നു പോകും. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരോ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളുടെയും ആ ദൈവഹിതം ആരാഞ്ഞിട്ട് വേണം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവിനറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ശിശു ലോക രക്ഷകനാണ്, അവൻ ബലിയാകേണ്ടവനാണ്. അതായത് മനുഷ്യ കുലത്തിന് മുഴുവനും പാപ പരിഹാര ബലിയാകേണ്ടവനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ദൈവമാതാവ് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് സ്തോത്രഗീതത്തിൽ പറയുന്നത്. നമ്മളും ഇതേപോലെ സഹനങ്ങൾ ഏറുമ്പോൾ സ്വർഗീയ മഹത്വം കണ്ടുകൊണ്ടായിരിക്കണം സന്തോഷിക്കേണ്ടത് എന്നാണ് ദൈവമാതാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനാണ്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിതറുമ്പോഴും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവമഹത്വം ദർശിച്ച രക്തസാക്ഷികളുടെ ആദ്യത്തെ ആളാണ് വിശുദ്ധ സ്റ്റീഫൻ. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് രക്തസാക്ഷികളുടെ നീണ്ട നിരയാണ് തിരുസഭയിലുള്ളത്. ഒത്തിരിയേറെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ വിശുദ്ധരുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ സന്തോഷം കണ്ടെത്തിയത്? അവർക്കറിയാം, ഈ ലോകത്തെ ജീവിതം ഏറിയാൽ 70-80 നാളുകൾ മാത്രം ജീവിതമുള്ള ആ ഒരു ജീവിതമാണ്. പിന്നെ നമ്മൾ നിത്യകോടി വർഷമാണ് ദൈവപിതാവിൻ്റെ ഒപ്പം സ്വർഗത്തിൽ വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ദൈവിക പദ്ധതികളെല്ലാം, പ്രൊജക്ട്സ് എല്ലാം കൃപയാക്കി മാറ്റാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ വണക്ക വായനയിൽ പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവ്
ഈശോ മിശിഹായുടെ സംസാരത്തിൽ, അതായത് ഈശോ മിശിഹായോട് സംസാരിക്കുമ്പോഴൊക്കെ ദൈവമാതാവ് ഈ സന്തോഷം അനുഭവിച്ചിരുന്നു എന്നാണ്. എന്തോ ആയിരിക്കണം ഈശോ ദൈവമാതാവിനോട് സംസാരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും വേദം തന്നെയാണ്. ഒന്നാമതായി സുവിശേഷം തന്നെയാണ്. രണ്ടാമതായി തിരുസഭയുടെ ക്രമീകരണം, നിലനിൽപ്പ്, സഭയിൽ വരാൻ പോകുന്ന വേദസാക്ഷികളുടെ പുണ്യപ്രവർത്തികൾ, ഇത്തരത്തിലുള്ള വലിയ സമൂഹം, ഇതെല്ലാമാണ് ദൈവമാതാവിനോട് ഈശോ സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം തൻ്റെ ദൈവകുമാരൻ്റെ രാജ്യം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കാൻ പോവുകയാണല്ലോ, ഇത്രയേറെ സംവിധാനങ്ങൾ ദൈവപിതാവ് ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ദൈവമാതാവ് ഒത്തിരിയേറെ സന്തോഷിച്ചിരുന്നു. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെയും ഈ ഒരു ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോടും കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെളിച്ചം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ചിട്ട് നിങ്ങൾ ഈശോയുടെ സ്നേഹിതരാണെന്ന് മറ്റുള്ളവർ അറിയും. നമുക്കറിയാം, ഒത്തിരിയേറെ സിസ്റ്റേഴ്സും വൈദികരുമാണ്, ഒത്തിരിയേറെ മിഷൻ സ്ഥാപനങ്ങൾ, പാവങ്ങളെ നോക്കുന്ന ഒത്തിരിയേറെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അവരങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ മക്കൾ പെരുവഴിയിലാകുമായിരുന്നു. അവരെല്ലാം ദൈവനാമത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതിയാണ് അത് ചെയ്യുന്നത്. ഈശോ നമ്മളോട് പറയുന്നതും അപ്രകാരമാണ്. നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ആ വെളിച്ചം അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രകാശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവനാമ മഹത്വത്തെ പ്രതി നിങ്ങളോട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോ ഇങ്ങനെ മനുഷ്യാവതാരം സ്വീകരിച്ച് ഈ രക്തം, ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ്, അതായത് പിശാചിനോടുള്ള പ്രതികാര നടപടിയായിട്ടാണ് മിഷൻ വരുന്നത്. അപ്പോൾ ആത്മാക്കളെ നേടാനുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളൊരു പ്രേക്ഷിത പത്രം ഒരു വ്യക്തിക്ക് കൈമാറുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം രക്ഷപ്പെടും. ഇതെല്ലാം നിങ്ങളുടെ ആസ്തിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കൂടുതൽ പുണ്യപൂരിതമാക്കി ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ച് സന്തോഷിക്കണമെന്നാണ് ഈ രണ്ടാമത്തെ വണക്ക ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്, വേദം പഠിപ്പിക്കുമ്പോൾ, ഈശോ വേദം പഠിപ്പിക്കുമ്പോൾ ദൈവമാതാവ് ഒത്തിരിയേറെ സന്തോഷിച്ചിരുന്നു. ഇത് നമുക്കറിയാം, ആദ്യം വരുന്നത് ദൈവമാതാവിൻ്റെ സന്തോഷം കഴിഞ്ഞ് നമ്മുടെ ശിഷ്യന്മാരുടെ, അതായത് അപ്പോസ്തലന്മാരുടെ സന്തോഷത്തെ പറ്റിയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷം എഴുതി വെക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അവരിപ്രകാരം ഇങ്ങനെ സുവിശേഷ വേലയ്ക്കായിട്ട് ഈശോ ഇവരെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ, തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാം വന്ന് ഗുരുവിനോട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞത് അവർ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഈശോയോട് പറയുന്ന പ്രകാരമാണ്, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും താഴെ വീഴുന്നത് ഞങ്ങൾ കണ്ടു, സാത്താൻ സ്വർഗത്തിൽ നിപതിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈശോയുടെ നാമത്തെ പ്രതി ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ തിന്മയുടെ ശക്തികൾ പ്രബലമാകും. അതിൽ ദൈവപിതാവ് സന്തോഷിക്കും, നമ്മുടെ ആത്മാവിൻ്റെ കൃപ വർദ്ധിക്കും. അപ്പോൾ ദൈവമാതാവ് ഈശോ വേദം പ്രസംഗിക്കിയാൽ ഈശോയുടെ ആ സമയത്ത് നമുക്കറിയാം ഒത്തിരിയേറെ അത്ഭുത അടയാളങ്ങൾ സുവിശേഷത്തിൽ നാമമാത്രമായിട്ടുള്ളത് മാത്രമുള്ളൂ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഈശോ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതി അതുപോലെ തന്നെ ലേഖനത്തിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുവിശേഷ പോരാളികളാകാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ദൈവമാതാവിൻ്റെ വേദം കേൾക്കിയാലുണ്ടായ സന്തോഷത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കും കടന്നു വരേണ്ടത്. അതിനുവേണ്ടി ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള വണക്ക വായനയിൽ നമുക്ക് നിയോഗം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.